ലോകം മുഴുവൻ ആളുകൾ ഉറ്റുനോക്കുന്ന മഹാകുംഭമേളയിൽ എന്താണ് സംഭവിച്ചത്? യോഗി അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ജാതി മത വേലിക്കെട്ടുകൾക്കൊക്കെ അതീതമായിട്ട് ആളുകൾ എത്തുന്ന ഒരു കുംഭമേളയിൽ എന്താണ് സംഭവിച്ചത്? കുംഭമേള സ്തംഭിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന കുംഭമേള, ഒരു വിശ്വാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രതീകമായ കുംഭമേള. ആ കുംഭമേളയിൽ ഒരു ഘട്ടം എത്തിയപ്പോൾ കുംഭമേള സ്തംഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പല സന്യാസിമാരും പിന്മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ മോദി യോഗിയെ നേരിട്ട് വിളിപ്പിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ കുംഭമേള സ്തംഭിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ലോക രാജ്യങ്ങൾ തന്നെ അമ്പരന്ന് നിൽക്കുകയാണ്. കാരണം ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കുംഭമേള ജാതി മത ഭേദം ഇനിയിപ്പോൾ ഗൗതം തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാ വേലിക്കെട്ടുകളെയും മറികടന്നുകൊണ്ട് വളരെ വിപുലമായി ഒരു മാജിക്കായി നടക്കുന്ന കുംഭമേള. യോഗിയുടെ മാജിക് തന്നെയാണ്. യോഗിയുടെ മാജിക്, ആ വാക്ക് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. യോഗി മാജിക്കായി നടക്കുന്ന ഒരു കുംഭമേളയ്ക്ക് പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇവിടെ സംഭവിച്ചത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് കുംഭമേളയ്ക്ക് 3.5 കോടി ജനങ്ങൾ ഒരു ദിവസം വരും. മൊത്തത്തിൽ 16-ാം ദിവസമാണ് കുംഭമേളയുടെ. മൊത്തത്തിൽ 45 കോടി ജനങ്ങൾ വരുന്ന ഒരു മേളയാണ് കുംഭമേള എന്ന് പറയുന്നത്. അവിടെ ജാതിയോ മതമോ സംസ്കാരങ്ങളോ ഒന്നും ഇല്ല. എല്ലാവരും ഒന്നായി നിലകൊണ്ടുകൊണ്ട് പോകുന്ന ഒരു സംഭവം. പക്ഷേ ഇത്തവണ യോഗി ആദിത്യനാഥും അല്ലെങ്കിൽ മറ്റ് സർക്കാരുകളും കേന്ദ്രവുമൊക്കെ പ്രതീക്ഷിച്ചതിനും അപ്പുറം ആളുകൾ മഹാകുംഭമേളക്കെത്തി എന്നുള്ളതാണ്. അതായത് UP സർക്കാരിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ആളുകളുടെ ഒരു വരവ് വല്ലാത്ത രീതിയിൽ UPയെ എന്താ പറയുക, ഒരു സ്തംഭനാവസ്ഥയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. അതായത് 4.8 ലക്ഷം കോടിയാണ് ഇതിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. പക്ഷെ അത് അതിലും കടക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് 20 കിലോമീറ്റർ വമ്പൻ ക്യൂ ആണ് പ്രയാഗ്രാജിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതായത് പോലീസ് തീർത്ത ബാരിക്കേഡുകളെല്ലാം മാറ്റിയിട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു ജനപ്രവാഹമാണ് UPയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മൗനി അമാസിൻ്റെ രാജകുടീരം, അതാണ് ഏറ്റവും മൗനി അമാവാസ്യയോടനുബന്ധിച്ച് ഷാഹി സ്ഥാനത്തിൽ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യാൻ വേണ്ടിയാണ് കോടിക്കണക്കിന് ഭക്തർ വിശുദ്ധ നഗരമായ പ്രയാഗ്രാജിലേക്ക് ഒഴുകിയെത്തുന്നത് എന്നുള്ളതാണ്. റോഡുകൾ വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞു. ഇപ്പോൾ റെയിൽവേ, പോലീസ്, BSF, ITBP, പിന്നെ എല്ലാ സർക്കാർ സംവിധാനവും, കമ്മീഷണർ, എല്ലാ സർക്കാർ സംവിധാനത്തിലുമുള്ള ഉദ്യോഗസ്ഥരെ വിളിപ്പിക്കുന്നു. കാരണം ഒരു തരത്തിലും ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. തിക്കും തിരക്കിലും നിരവധി പേർക്ക് പരിക്കേറ്റെന്ന് പറയുന്നു. അനൗദ്യോഗികമായി ഏകദേശം 13 പേർ, ഔദ്യോഗികമായി വന്നിട്ടില്ല, അതുകൊണ്ട് നമുക്കത് പറയാൻ കഴിയില്ല, മരണമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. കാരണം ഈ ഒരു ഭാഗത്ത് കുറേ പേർ ഇരുന്ന് വിമർശിക്കുമ്പോൾ, ഇന്ത്യയുടെ പട്ടിണി ഇതിൽ സ്നാനം ചെയ്യുമ്പോൾ മാറുമോ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേർ ഇരുന്ന് ഒരു ഭാഗത്തിരുന്ന് വിമർശിക്കുമ്പോൾ, മറുഭാഗത്ത് നമ്മൾ പോലും ചിന്തിക്കാത്ത അത്ര കോടിക്കണക്കിന് ജനങ്ങൾ ഒഴുകി വരുന്നു എന്ന് പറയുമ്പോൾ പ്രയാഗ്രാജിൻ്റെ മൊത്തത്തിലുള്ള മാറ്റം, ഇത് സാമ്പത്തികമായി UP എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഏത് രീതിയിൽ, UP എന്ന് മാത്രമല്ല നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ തന്നെ ഏത് തരത്തിലേക്ക് മാറ്റുമെന്നുള്ളതാണ്. സാമ്പത്തികമായി ഖാർഗെ ചോദിച്ചതുപോലെ പട്ടിണി മാറുമോ എന്ന് ചോദിച്ചാൽ പട്ടിണി മാറ്റാനുള്ള എല്ലാ സാമ്പത്തിക നേട്ടവും മഹാകുംഭമേളയിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. AI ക്യാമറ ഉപയോഗിച്ചാണിപ്പോൾ ഭക്തരുടെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത്. മാത്രമല്ല പ്രയാഗ്രാജിലേക്ക് കാറിലേക്ക് നിങ്ങൾ വരരുത് ഭക്തരെ എന്ന് കൈകൂപ്പി സർക്കാർ സംവിധാനങ്ങൾ അവരോട് തൊഴുതുകൊണ്ട് പറയുന്നുണ്ട്. കാരണം കുംഭമേള എന്ന് പറയുന്നത്, മഹാകുംഭമേള എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും വിമർശനം ഉണ്ടാക്കിയവർ അവരൊക്കെ അമ്പരന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കുംഭമേളയുടെ ഒരു രീതിയും ഒരു പ്രഭാവവും ഒരു ചൈതന്യവും ഒക്കെ പെട്ടെന്നങ്ങ് മാറി എന്നുള്ളതാണ്. കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നു, പ്രത്യേകിച്ച് കൂടുതൽ സുരക്ഷ ഇപ്പോൾ ഉറപ്പാക്കുന്നു. കാരണം
നമ്മൾ തുടക്കം മുതൽ പറഞ്ഞത് ഇതിൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ മികവാണ്. ആ സംഘടനാ സംവിധാനത്തിൻ്റെ മികവാണ് ഈ 15 ദിവസവും കുംഭമേളയിൽ വലിയ പൊട്ടിത്തെറികളോ വലിയ പ്രശ്നങ്ങളോ, ഇടയ്ക്കൊരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു, പ്രശ്നങ്ങളുണ്ട്. അത് ഖാലിസ്ഥാൻവാദികൾ ഏറ്റെടുത്തിട്ടുണ്ട്, ഞങ്ങളാണ് അതിൻ്റെ പിന്നിൽ എന്നുള്ളത് അവർ തന്നെ രംഗത്തെത്തി പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില പൊട്ടിത്തെറികൾ ഒഴിച്ചാൽ ഈ 3.5 കോടിയിലധികം, ഇപ്പോൾ 4 കോടിയോ 5 കോടിയോ ജനങ്ങൾ വരുന്ന ഒരു സ്ഥലത്ത് ഇത്രത്തോളം സുരക്ഷ ഉറപ്പാക്കാൻ യോഗി സർക്കാരിന്റെ യോഗി മാജിക്കിന് കഴിഞ്ഞു എങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ കൂടുതൽ ആളുകൾ വരുമ്പോൾ അത് സുരക്ഷമാക്കാൻ അവർക്ക് കഴിയും. പക്ഷേ ഇവിടെ തിരക്ക് ഇത്രയും വലിയ ഒരു മേളയായി, ഇത്രയും വലിയ രീതിയിൽ ഇത് പ്രശസ്തിയിലേക്ക് പോകുമെന്നോ ഇത്രയും വലിയ വിസ്മയമായി ഇത് മാറുമെന്നോ UP സർക്കാർ പോലും വിചാരിക്കാത്ത രീതിയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് ഇതിൽ യഥാർത്ഥത്തിൽ. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു അനിഷ്ട സംഭവം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, ഹാർവാർഡ് അടക്കമുള്ള നിരവധി യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഈ കുംഭമേള എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നിരവധി ആളുകളാണ്, ഗവേഷകരാണ് എത്തിച്ചേരുന്നത്. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആളുകൾ ഒത്തുചേരുന്ന ഏറ്റവും വലിയൊരു ഉത്സവമാണ് ഈ മഹാകുംഭമേള എന്ന് പറയുന്നത്. 144 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർഗനൈസേഷണൽ മികവ് എന്ന് പറയുന്നത് വളരെ മികച്ചതായിരിക്കണം, വളരെ ഭയങ്കര ഭംഗിയുള്ളതായിരിക്കണം. എങ്കിൽ മാത്രമേ ഇത്രയും ആളുകളെ ഒരു സ്ഥലത്തേക്ക് വളരെ സുരക്ഷിതമായിട്ട് ഒരു സർക്കാർ സംവിധാനത്തിന് ഭംഗിയായിട്ട് കൊണ്ടുവരാനും നിയന്ത്രിക്കാനും ഒക്കെ സാധിക്കുള്ളൂ. പക്ഷേ കഴിഞ്ഞ ദിവസം സംഭവിച്ച അനിഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു ബാരിക്കേഡ് തകർന്നിട്ട് ഒരു വലിയൊരു അപകടം ഉണ്ടായിട്ടുണ്ട്. ആ അപകടത്തിൻ്റെ ഭാഗമായിട്ട് 15ഓളം പേര് മരണപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുംഭമേളയിലേക്ക് ആളുകളെ എത്തിക്കുന്നതിലൊരു ചെറിയൊരു പോരായ്മയായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ആളുകൾക്ക് വല്ലാത്തൊരു ഭയവും ഭീതിയും ജനിപ്പിക്കുന്നുണ്ട്. കാരണം ഇത്തരം അപകടങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ പോണോ, കുംഭമേളയിൽ എന്തെങ്കിലും സംഭവിക്കുമോ, ഇത്രയും തിക്കിലും തിരക്കിലും പെട്ടിട്ട് മക്കൾക്കോ കുട്ടികൾക്കോ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇതിനോടകം ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും സുഡാപ്പികളായിരിക്കും ഈ സംഭവത്തെ പ്രധാനമായിട്ടും ഇനി ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത്. സുഡാപ്പികൾക്ക് ആഘോഷിക്കാനായിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇതെങ്കിലും യോഗിയുടെ ബ്രില്യൻസ് കൊണ്ടും ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഒരു സംഘടനാ മികവ് കൊണ്ടൊക്കെ എന്തായാലും ഇത്തരം ചെറിയ ചെറിയ പോരായ്മകളെ തീർത്തും വരും ദിവസങ്ങളിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം. മാത്രമല്ല ഗൗതം, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കുംഭമേളയുടെ പേരിൽ ഏതെങ്കിലും കോടതികൾ അവധി കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ അലഹബാദ് കോടതി ജനുവരി 28 മുതൽ 30-ാം തീയതി വരെ കോടതി അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം ഈ ആളുകളുടെ തിരക്കും ബഹളവും ഒക്കെ കാരണം കോടതിക്ക് തുറന്ന് കൃത്യമായി പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നത്. പക്ഷേ ഇത് ഓഗസ്റ്റിലേക്ക് കോടതി ഈ ദിവസങ്ങളിൽ എടുക്കേണ്ട പെൻഡിങ് ഉള്ള കാര്യങ്ങളൊക്കെ മറ്റൊരു ഓഗസ്റ്റ് മാസത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ അത്തരത്തിൽ ഈ പ്രയാഗ്രാജിലേക്ക് ഈ സന്യാസിമാർ എന്താ പറയുക ഇങ്ങനെ വരുമ്പോൾ അത് വലിയ ഒരു മാജിക്കായി മാറുകയാണ്. മാത്രമല്ല ഇപ്പോൾ അഖണ്ഡ സന്യാസിമാർ പറയുന്നത് ഈ ഇത്രയും തിക്കിലും തിരക്കിലും പെട്ട് ഈ സ്നാനത്തിന്, ഈ മൗനി അമാസിൻ്റെ സ്നാനത്തിന് വന്നാൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സന്യാസിമാർ അവർ കൃത്യമായി അവർ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ പിന്മാറുകയാണ്. അപ്പോൾ എന്തായാലും ഇതൊരു വലിയ സംസ്കാരത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി, അത് ഹിന്ദു വിശ്വാസത്തിൻ്റെ എന്നല്ല പറയുന്നത്, എല്ലാ വിശ്വാസത്തിൻ്റെ ഭാഗമായി എത്തുന്ന ആളുകൾക്ക് ഇതൊരു വലിയ സംഭവമായി, വലിയൊരു മാജിക്കായി, വിസ്മയമായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും യോഗി മാജിക്ക് കൃത്യമായി അവിടെ ഫലിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. പറഞ്ഞു പോകേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ഇനി ഈ സുഡാപ്പി കുഞ്ഞുങ്ങൾ ഇതിനെ വലിയ രീതിയിൽ ദുഷ്പ്രചരണങ്ങൾക്കായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നുള്ളതാണ്. അതിനെ കൃത്യമായിട്ട് ആളുകൾ മനസ്സിലാക്കുക, സുഡാപ്പി പ്രചരണങ്ങളെ തള്ളിക്കളയുക തന്നെയാണ് വേണ്ടത്.